എന്തേ ഭക്തിയുടെ ലക്ഷണം? പ്രധാനപ്പെട്ട ഭക്തനാണോ നമ്മൾ, അല്ലെങ്കിൽ സത്വഭക്തനാണോ, ഉത്തമ ഭക്തനാണോ എന്നൊന്ന് ചിന്തിക്കാം. ഉത്തമ ഭക്തന്റെ ലക്ഷണം ന യസ്യ സ്വപര ഇതി വിത്തേഷു ആത്മനി വാഭിതാം സർവഭൂത സുഹൃൽ ശാന്ത സവൈ ഭാഗവതോത്തമ. ഒരാളെ ഭാഗവതോത്തമെന്ന് പറയണച്ചാൽ തൻ്റേതെന്നോ വേറൊരാളുടേതെന്നോ യാതൊരു തോന്നലില്ലാത്ത ആളാണ്. നമുക്ക് തൻ്റേതെന്നുള്ള നല്ല തോന്നലുണ്ട്, വേറെ മധ്യമ ഭക്തൻ എന്ന് പറയുന്ന ആളുകളെ അവർ ഭഗവാന്റെ രൂപമൊക്കെ കണ്ട പ്രാർത്ഥിക്കും. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷൽ സുജാ പ്രേമ മൈത്രി കൃപ ഉപേക്ഷ സ വൈ മധ്യമസ്മൃത. അതായത് ഭഗവാന്റെ ആളുകളോട് നാമൊക്കെ ജപിക്കുന്ന ആളുകളെയൊക്കെ വലിയ ഇഷ്ടമാണ്, ഭാഗവതം വായിക്കുന്ന ആളുകളെ ഇഷ്ടമാണ്. എന്നാൽ വായിക്കാത്ത ആളുകളെ, അതൊക്കെ പൊട്ടയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ അവരൊക്കെ ചവറ് ചവറ് എന്ന് പറഞ്ഞ് തടുത്തു മാറ്റുന്ന ആളുകളാണ്. അവരാണ് രജോ ഭക്തന്മാര്, മധ്യമ ഭക്തന്മാര് പറയാം. താമസ ഭക്തന്മാര് എന്ന് പറഞ്ഞാലോ, അവർ ഗുരുവായൂരപ്പൻ്റെ അമ്പലമൊക്കെ കണ്ടാൽ തൊഴും. അപ്പൊ ഈ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു വേഷം കെട്ടി നടക്കണുണ്ടല്ലേ, ഒരു പണിയില്ലേണ്ടത്. നോക്കൂ, ഇവരൊക്കെ അധം അല്ലെങ്കിൽ പ്രാകൃത ഭക്തന്മാരാണ്. നിർഗുണ ഭക്തനോട് ചോദിക്കുക, എന്താ നിന്റെ ലക്ഷണം? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാലോ, അയാൾ ഈശ്വരനെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം, അയാൾക്ക് മുക്തിയും വേണ്ട. നമുക്കൊക്കെ മുക്തി വേണമെന്നുണ്ട്, ഇയാൾക്ക് മുക്തിയും വേണ്ട. പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവന പാവനി. ഗുരുവായൂരപ്പ, എനിക്കൊരു മോഹമുണ്ട്, അവിടുത്തെ കഥയും പാടിക്കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിക്കണം. ഇത് നിർഗുണ ഭക്തന്മാരാണ്.